ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഉദ്യോഗപർവം ആരംഭം. ഓരോരോ കഥകൾ നീ ചൊന്നതു കേൾക്കുന്തോറും ആരോ മൽക്കിളിപ്പെണ്ണെ പാരമുണ്ടാനന്ദമോ. വീരന്മാരായ പാണ്ഡുജാതന്മാരെന്തു പിന്നെ ധീരതയോടു ചെയ്തതൊക്കെ നീ പറയണം. ഒക്കവേ പറവതിനൊട്ടുമേ കാലം പോരാ, സൽക്കഥയല്ലോ എന്നാലൊട്ടൊട്ടു പറഞ്ഞിടാം. ധർമ്മജാതികളുടെ വാർത്ത കേട്ടിടുന്നള്ളി നിർമ്മലൻ നിഖില ലോകൈക നായകൻ കൃഷ്ണൻ. കാൾത്തളിരിണയുള്ളിൽ ചേർത്തുകൊണ്ടിരിപ്പവർ കാർത്തികൾ അശേഷവും തീർത്തു മംഗലം നൽകി കാത്തുകൊണ്ടവിരതം കാൾത്തളിരിണയോടു ചേർത്തുകൊള്ളുന്ന വിഷ്ണുമൂർത്തി താൻ മനുഷ്യനായി. ധാത്രീതൻ ഭാരം തീർപ്പാൻ ധാത്രിയിൽ പിറന്നവൻ നേത്രഗോചരനായിഷ്ടാസ്ഥയാ പാണ്ഡവന്മാർ പാർത്തു നിന്നെതിരേറ്റു പാദ്യവും നൽകി പിന്നെ ഗാത്രങ്ങൾ തോറും നന്നായി ചേർത്തു സന്താപം തീർത്തു. മാർത്താണ്ഡൻ തന്നെ കണ്ട പത്മങ്ങളെന്ന പോലെ പാർത്ഥന്മാരുടെ മുഖമേറ്റവും തെളിഞ്ഞുതേ. ശ്രോത്രവും കുളിർത്തിതങ് അന്യോന്യ സല്ലാപത്താൽ വാസ്തവമായിട്ടുള്ള വാർത്തയും കേട്ട ശേഷം പാർത്ഥന്മാർ പാഞ്ചാലനും മത്സ്യനും മുകുന്ദനും പേർത്തുമങ്ങോരോ കാര്യം പാർത്തെല്ലാരുമായി ഓർത്തു കൽപ്പിച്ചാരിനി. പാർത്തിരിയാതെ കണ്ടു പാർത്തലം തന്നിൽ നമ്മെ കൂറുള്ളോരറിയണം. ബന്ധുഭൂപാലന്മാരോടവസ്ഥ അറിയിപ്പാൻ കുന്തി നന്ദനൻ ദൂതന്മാരെ അയച്ചുതേ. സന്തതം ചിന്തിപ്പവർ സന്താപം കളയുന്ന ബന്ധുവാം കൃഷ്ണൻ താനും ദ്വാരകയ്ക്കെഴുന്നള്ളി. കൗരവപാർത്ഥന്മാരുടെ ഭഗവത്വരണം. മാർത്താണ്ഡാത്മജസുതൻ തമ്പിമാരോടും കൂടെ പേർത്തു ചിന്തിച്ച നേരം തോന്നിയതങ്ങൊരു കാര്യം. ധാർത്തരാഷ്ട്രന്മാരോടു പോർ തുടങ്ങിയിൽ കൃഷ്ണമൂർത്തിയെ നമുക്കൊരു ബന്ധുവായി വരിക്കണം. ധാർത്തരാഷ്ട്രൻ ഓർത്താൻ അക്കാലം എനിക്കിപ്പോൾ പാർത്ഥന്മാരോട് യുദ്ധം വേണ്ടുകിൽ കൃഷ്ണൻ തന്നെ പാർത്തിരിയാതെ മുൻപേ ബന്ധുവായി കൊള്ളുക വേണം. പാർത്ഥിവേന്ദ്രന്മാരോർത്തത് അറിഞ്ഞു കൃഷ്ണൻ മുമ്പേ. ധാർത്തരാഷ്ട്രനും വരും പാർത്ഥനും വരുമിപ്പോൾ ആസ്തയാ പടയ്ക്കെന്നെ കൊണ്ടുപോവതിൽ അർജുനൻ വരും മുമ്പേ വന്നിടും സുയോധനൻ ഇജ്ജനത്തിനു കൂടെ പോമെന്നും വരുമല്ലോ. ആചാരം മുൻപിൽ ക്ഷണിക്കുന്നവരോടുകൂടി ഭോജനത്തിനും പ്രധനത്തിനുമെന്നുണ്ടല്ലോ. ഭക്തന്മാരുടെ മറുപുറത്തു പോകുന്നതും എത്രയും മടിയാകൂ, അതിനുണ്ടുപായവും. മുമ്പിലെ സുയോധനൻ കണ്ടു ചൊല്ലരുതെന്നായും ഭർഗോൻ നിദ്രാഗൃഹം പ്രാപിച്ചാൻ. അതുനേരം രാജസിംഹാസനവും തലയ്ക്കൽ വെപ്പിച്ചുടൻ വ്യാജനിദ്രയും കൊണ്ടു കിടന്നു ഭഗവാനും. അന്നേരം നാഗധ്വജൻ വന്നു ചോദിച്ചാനല്ലോ നിന്നൊരു കൃഷ്ണഭൃത്യന്മാരോടു കനിവോടെ. മാധവനെ വിടത്തു ചൊല്ലുകന്നതുനേരം നാഥനും പള്ളിക്കുറുപ്പെന്നവരുര ചെയ്താർ. ധാർത്തരാഷ്ട്രനുമഹോ നിദ്രാവേലയോ കൃഷ്ണനോർത്തിരുന്നിതു മുന്നേ ഞാനിതെന്നുര ചെയ്താൻ. എങ്കിലും നമുക്കങ്ങു ചെല്ലരുതെന്നില്ലല്ലോ, ശങ്കിതനല്ലല്ലോ ഞാനെന്നവനകം പൂക്കാൻ. ഞാനത്രേ മുമ്പിൽ വന്നതെന്നതോ വന്നതല്ലോ, നൂനമെന്നോടുകൂടെ പോരുതെന്നതേ വരൂ. നിദ്രയ്ക്ക് ഭംഗം വരുത്തിയിടരുതെന്നതോർത്തു ഭദ്രമാം സിംഹാസനം പൊക്കിതു സുയോധനൻ. അപ്പോഴു അമരേന്ദ്രപുത്രനും വന്നാനല്ലോ. വിഭ്രമത്തോടു ചോദിച്ചിടിനാൻ പാർത്ഥൻ താനും. ഉൾപ്പൂവിൽ വിളങ്ങുമഞ്ചിൽപ്പുമാനങ്ങു ചൊല്ലുന്നുൽപ്പലേക്ഷണ ഭൃത്യന്മാരവരോടു ചൊന്നാർ. ലോകനായകൻ പള്ളിക്കുറുപ്പു കൊള്ളുന്നിതു നാഗകേതനൻ പള്ളിയറയിലുണ്ടു താനും. എന്നതു കേട്ടു പള്ളിയറയിൽ പുക്കുപാർത്ഥൻ വന്ദിച്ചു തൃക്കാൽക്കൽ നിന്നിടിനാൻ ഭക്തിയോടെ. ജൃംഭിതഭാവത്തോടു മെല്ലവെയുണർന്നിട്ടു ജംഭാരിപുത്രൻ മുഖത്തുടനെ തൃക്കൺ പാർത്തു. വന്നിതോ ഭവാനൊട്ടു മുന്നമേ, ഞാനോ നിദ്ര വന്നതുകൊണ്ടു ബോധം മറന്നേനെന്നു നാഥൻ.
മന്ദഹാസവും പൂണ്ടു മന്ദമായി അരുൾ ചെയ്താൻ ഇന്ദ്രനന്ദനൻ താനും കണ്ണുകൊണ്ടുണർത്തിച്ചാൻ. ജ്യേഷ്ഠനും അനുജനും കൂടിയുള്ളതു നേരം ജ്യേഷ്ഠനോടല്ലോ മുമ്പിൽ അരുൾ ചെയ്യണ്ടു നൂനം. ഉപധാനത്തിന്മേൽ തന്മുഴങ്കയ്യുന്നി തിരിഞ്ഞുപപര്യങ്കം പാടും നൃപനോടരുൾ ചെയ്തു. കഷ്ടം ഞാൻ ഉറങ്ങിയാലേതുമൊന്നറിയുന്നീല ഒട്ടുമുന്നമേ ഭവാൻ വന്നിതോ ശിവശിവ. ഇഷ്ടന്മാരായുള്ളവർ പുണർത്താമെന്നുള്ളപ്പോൾ ഒട്ടുമാകാഞ്ഞു ഭവാനിളക്കാതിരുന്നതും എത്രയും അടയിരുന്നൊത്തു വന്നതും. ഇനി സിദ്ധന്മാരായ നിങ്ങൾ തമ്മിൽ കൈപിടിക്കേണം, അന്യോന്യമാശേഷം ചെയ്തൊന്നിച്ചു വസിക്കണമെന്നെല്ലാം നിനച്ചല്ലി നിങ്ങൾ ഒന്നിച്ചു വന്നു. ഒന്നുമേ അറിയാതെ ചൊന്നതെന്തെന്നു ഭാവിച്ചന്നേരം ധൃതരാഷ്ട്രനന്ദനൻ നുര ചെയ്താൻ. വന്നിതു പടയ്ക്കു പോരേണമെന്നതിനിപ്പോൾ എന്നോടുകൂടെ പോന്നേ മതിയാവിതു ഞാനോ മുന്നേ വന്നിരിക്കുന്നതെന്നതു കേട്ടു നാഥൻ എന്നോ കൽപ്പിച്ചതെങ്കിൽ അങ്ങനെയാക വേണ്ടു എന്നരുൾ ചെയ്ത ശേഷം പിന്നെയും ഒന്നു ചൊന്നാൻ. മുന്നേ ഞാൻ കണ്ടു പാർത്ഥൻ തന്നെ എന്നറിയണം, മുന്നേ വന്നിതു ഭവാൻ എന്നതും ന്യൂനമല്ലോ. എന്നതുകൊണ്ടും ഒരു ഭേദമില്ലെനിക്കേതും മന്നവന്മാരെ ഞാനുണ്ടെന്നു ചൊല്ലുന്നതിപ്പോൾ. എന്നതു കേട്ടു ചിന്തിച്ചൊത്തതു ചെയ്യുക നിങ്ങൾ, മത്സരാദികൾ എനിക്കില്ലെന്നോ സിദ്ധമല്ലോ. മത്സമന്മാരാം നാരായണ ഗോപാലന്മാരും സേനാനി സമനായ സേനാനി ഭോജൻ താനും. സേനയും ഒരുത്തനും ഞാൻ ഏകനൊരുത്തനും എല്ലാരുമൊക്കും നിങ്ങൾ എനിക്കു നൃപന്മാരെ. നല്ലതു വരുവാനേ താൽപ്പര്യവുമുള്ളൂ, നല്ലവരോടും കൂടി പോരാമെന്നിരിക്കലും വല്ലഭയോടു യുദ്ധം ചെയ്യുക ഞാനില്ലതാനും. എല്ലാവരോടും കൂടി പോരാമെന്നിരിക്കലും വല്ലഭമോട് യുദ്ധം ചെയ്യുക ഞാനില്ലതാനും. ചൊല്ലുവാൻ അസംഖ്യമായുള്ളൊരു പടയുള്ളതെല്ലാരും പോരും, അവർ ഒരുത്തരോടും കൂടി അമ്പോടു രണ്ടു ജനം ഒരിക്കൽ ഭരിക്കുമ്പോൾ മുമ്പിനാൽ ഇളയവൻ വേണമെന്നുണ്ടു ന്യായം. കല്യാണാലയനായ കാരുണ്യമൂർത്തി തന്നെ കല്യാണം വരുമാറു കൈക്കൊണ്ടു ധനഞ്ജയൻ. മല്ലാരി നിരായുധനെന്നോർത്തു സുയോധനൻ ചൊല്ലിനാനെങ്കിൽ പടയെല്ലാമെങ്ങെനിക്കെന്നും. വല്ലവത്തരുണിമാർ വല്ലഭൻ ചിരിച്ചുടൻ നല്ല സാമർഥ്യം ഇതു ചൊല്ലിയ പോലെ എന്നാൻ. ജിഷ്ണുനന്ദനായ ജിഷ്ണുവിനോടും കൂടി വിഷ്ണു കൈവല്യമൂർത്തി വൃഷ്ണികൾ കുലജാതൻ കൃഷ്ണനും എഴുന്നള്ളി ധർമ്മജൻ തന്നെ കണ്ടു. കൃഷ്ണയും പാണ്ഡവരും അതിനാൽ ആനന്ദിച്ചാർ. യുദ്ധോദ്യമ നിരൂപണം. ഗാന്ധാരീതനയനും ദൂതരയച്ചിതു ബാന്ധവമേറെയുള്ള മന്നവർ നാടുതോറും. ധർമ്മജാതികൾക്കെല്ലാം അമ്മാവനായ ശല്യർ ധർമ്മത്തിൽ പിഴയായ്വാൻ തന്മതമല്ലെങ്കിലും സമ്മതമില്ലാതൊരു പന്നഗധ്വജനോട് സമ്മാനം വാങ്ങുകയാൽ 100 പേർ കൂട്ടത്തിലായി ശല്യരും ധർമാത്മജൻ തന്നെ കണ്ടുര ചെയ്തു. വല്ലാതെ വൈരികൾക്കു ബന്ധുവായി ചമഞ്ഞു ഞാൻ. ചൊല്ലിക്കൊള്ളുക വരം വേണ്ടുപതിനി എന്നാൽ ചൊല്ലിനാൻ മദ്രേശനോടന്നേരം ധർമാത്മജൻ. ഇല്ലൊരു ഖേദമെനിക്കൊന്നിനുമെന്നാകിലും ചൊല്ലഴും കർണൻ വന്നു പാർത്ഥനോട് എതിർക്കുമ്പോൾ. തേർവിടുന്നാകിൽ ഭവാൻ കർണനെ പഴിച്ചുടനാവോളം പറയണമെന്നതേ വേണ്ടതുള്ളൂ. എങ്കിലങ്ങനെ തന്നെയെന്നുര ചെയ്തു ശല്യർ. തങ്കടൽ കൂപ്പി യാത്രയച്ചു ധർമാത്മജൻ. വിപ്രമാമുനി വേദവ്യാസനും എഴുന്നള്ളി വിഭ്രമൻ പോവാൻ ഭീഷ്മരാദികൾ കേൾക്കച്ചൊന്നാൻ. അനർത്ഥം കളവാനായി നിനപ്പിനെല്ലാവരും മനക്കാമ്പിലിതിപ്പോൾ എനിക്കുണ്ടൊന്നു തോന്നി. ധർമ്മചിത്തന്മാരായ ധർമ്മജാതികൾ തമ്മെ സമ്മാനിച്ചവർ നാടുപാതിയും കൊടുക്കിലെ നന്മ വന്നിടു നാശം വന്നിടും. അല്ലെങ്കിൽ ഉന്മൂലനാശം വരും ധാർത്തരാഷ്ട്രന്മാർക്കെല്ലാം. യുദ്ധം വ്യാസോക്തി കേട്ടു ദുഷ്ടനം ധൃതരാഷ്ട്രപുത്രനും അർദ്ധരാജ്യം കൊടുക്കയില്ല എന്നാൻ. എന്നതു കേട്ടു മുനിശ്രേഷ്ഠനും എഴുന്നള്ളി വന്നിടുമത്ര കർമ്മഫലമെന്നുറയ്ക്കയാൽ. അക്കാലം ദ്രുപദോപാധ്യായനും
അജാതശത്രുക്ഷിരീശാജ്ഞയാലെ ഹസ്തിനപുരം പൊക്കാൻ മുഖ്യഭേദോക്തി ധൃതരാഷ്ട്രർ താൻ അറിഞ്ഞിട്ടു ധിക്കാരത്തോടു പറഞ്ഞയച്ചോരനന്തരം പാഞ്ചാല പുരോഹിതൻ പാണ്ഡവൻ തന്നോടങ്ങു വാഞ്ചിതങ്ങളും വൃത്താന്തങ്ങളും അറിയിച്ചാൻ. വിപ്രരെ അവമാനം തുടങ്ങി ഭൂപാലനും ഇപ്പൊഴുതധപ്പതനത്തിനു കാലം വന്നു. പാർത്തിരിയാതെ പടകൂട്ടുക വേണ്ടു തവ കീർത്തിയും ജയവും ഉണ്ടായി വരും നാടും കിട്ടും. സുജ്ഞാനമുള്ളിലേറും യജ്ഞസേനോപാധ്യായൻ വിജ്ഞാനി നിർബന്ധനോടജ്ഞാനരഹിതമാം വാക്കുകൾ അരുൾ ചെയ്തു. കാലദേശാവസ്ഥയും ഭാഗ്യകാലവും ജയലഗ്നവും അരുൾ ചെയ്താൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ